നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 11 ഓവറിൽ 123. മുംബൈയുടെ ബാറ്റിംഗ് അത്ര മോശമെന്ന് പറയാൻ പറ്റില്ല. വിക്കറ്റുകൾ വീണിട്ടുണ്ട്, ശരിയാണ്. 11 ഓവറിൻ്റെ കളിയാകുമ്പോൾ പിന്നെ കണ്ണും പൂട്ടി വീശും, അതും വലിയൊരു ടാർഗറ്റും ഉണ്ടാകുമ്പോൾ അതിനിടയ്ക്ക് വിക്കറ്റുകൾ വീഴും. എന്നാലും 123 ഓക്കെയാണ്. പക്ഷേ 11 ഓവറിൽ 150 വിട്ടുകൊടുത്തത് ഓക്കെ അല്ല. 3 വിക്കറ്റ് നഷ്ടത്തിൽ 150. രാജസ്ഥാൻ റോയൽസ് അടിച്ചങ്ങ് പരത്തുകയായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഓപ്പണിങ്ങിൽ അവർ രണ്ടുപേരും യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്ന് സിക്സർ മഴ പെയ്യിച്ചു. സൂര്യവംശി 5 സിക്സറും യശസ്വി ജയ്സ്വാൾ 4 സിക്സറും. പിഴച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ബൗളിങ്ങിൽ തന്നെയാണ് പിഴച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് കളിക്ക് ശേഷം അത് നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ നായകൻ ഹാർദിക് പാണ്ഡ്യ. ഞങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട് എല്ലാം. ഇനി വേറൊരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പറയുന്നു, പവർ പ്ലേ ബൗളിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നല്ല രൂപത്തിൽ എക്സിക്യൂട്ട് ചെയ്തില്ല. ഞങ്ങൾ എറിയാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഡെലിവറികൾ, ആ ഒരു പന്തുകൾ ഞങ്ങൾക്ക് എറിയാൻ പറ്റിയില്ല. വി ഡിഡ് നോട്ട് എക്സിക്യൂട്ട് ദി ഡെലിവറീസ് വി വെയർ സപ്പോസ്ഡ് ടു. അവർ രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണേഴ്സ് നന്നായിട്ട് കളിക്കുകയും ചെയ്തു. ഇവിടെ ബൗളേഴ്സ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒരു ബൗളിംഗ് ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങൾ വേണ്ടത്ര മികവ് കാണിച്ചില്ല. വി വെയർ നോട്ട് അപ് ടു ദി മാർക്ക്. അവരുടെ ഓപ്പണേഴ്സ് ആണെങ്കിലോ പ്ലേഡ് ട്രമൻഡസ്ലി. ഞങ്ങൾ മികവ് കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവർ വളരെ ട്രമൻഡസ്ലി, വളരെ മികവോടുകൂടി കളിക്കുകയും ചെയ്തു. അത് രണ്ടും കൂടി ചേർന്നപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് എന്ന് കൃത്യമായിട്ട് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു. അവിടെ തന്നെയാണ് പിഴച്ചത്. എറിയേണ്ട തരത്തിലുള്ള പന്തുകൾ എറിയാൻ പറ്റിയില്ല. പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ, പക്ഷേ എക്സിക്യൂഷനിൽ പിഴച്ചു പോയി. ഇനി ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ഇത് ഈ ഗെയിം നമ്മൾ ബാറ്റിങ്ങിൻ്റെ പേരിൽ വിമർശിക്കപ്പെടേണ്ട ഒന്നല്ല. ഡെഫിനറ്റ്ലി ബൗളിംഗ് യൂണിറ്റാണ് ഇവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. എല്ലായ്പ്പോഴും നല്ല പന്തുകൾ എറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാര്യങ്ങൾ നല്ല രൂപത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മത്സരത്തിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നു. അവരുടെ ഓപ്പണേഴ്സ് സത്യം പറഞ്ഞാൽ കളിയിൽ നമ്മളെ പുറത്തേക്ക് എറിഞ്ഞത് അവരുടെ ഓപ്പണേഴ്സാണ്. പിന്നെ നമ്മൾ ഒരു ക്യാച്ചപ്പ് എന്ന രൂപത്തിലാണ് കളിച്ചു പോയത് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു. ഏതായാലും ഇത് ഒരു പാഠമാണ്. ജസ്റ്റ് ലേൺ ഫ്രം ദി മിസ്റ്റേക്സ്. അടുത്ത രാവിലെ, അതായത് ഇന്നലെ അദ്ദേഹം പറയുകയാണ്, നാളെ രാവിലെയോടുകൂടി പുതിയ സൂര്യൻ ഉദിക്കും, അടുത്ത മത്സരത്തിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ലോകോത്തര ബൗളർമാരാണ്. ജസ്പ്രീത് ബൂംറയും ട്രെന്റ് ബോൾട്ടും ഒക്കെയാണ് പന്തെറിയുന്നത്. പക്ഷേ അവരെയാണ് 15-കാരൻ പയ്യൻ ഇറങ്ങി അങ്ങ് അടിച്ച് പരത്തുന്നത്. സോ എക്സിക്യൂഷൻ പിഴച്ചു പോയിട്ടുണ്ട്. അവിടെയാണ് മുംബൈക്ക് പിഴക്കുന്നത്. ആരാധകർക്ക് അതാണ് ആശങ്ക. അതായത് മികച്ച ടീമുണ്ട്, മികച്ച ബൗളിംഗ് നിരയുണ്ട്, മികച്ച ബാറ്റിംഗ് നിരയുണ്ട്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി 2 കളികൾ പൊട്ടിയിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ്.